ഇന്നത്തെ ബൈബിൾ വായനാഭാഗം 1 യോഹന്നാൻ 3:10. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആരാണ് ദൈവമക്കൾ? കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ 1:12 പറയുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നപ്പോഴാണ് നാം അവൻ്റെ മക്കളായി തിരിച്ചറിയപ്പെടുന്നത്. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണ് നമ്മെ ദൈവത്തിൻ്റെ മക്കളായി അറിയപ്പെടുവാനിടവരുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് മാത്രമേ ജീവിതത്തിൻ്റെ പുതുക്കത്തിൽ നടക്കാനും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി കാണിക്കുവാനും കഴിയുകയുള്ളൂ. ദൈവസ്നേഹം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വെളിപ്പെടുമ്പോൾ നാം ദൈവവേദലാണെന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. ഉയരത്തിൽ നിന്ന് ജനിക്കാത്തവർക്ക് ദൈവനീതി പാലിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അഭാവത്തിൽ അവർ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ മക്കളായി മാറുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയം ഒരിക്കലും ആത്മീയമായി തുറന്നില്ലെങ്കിൽ അവൻ ഇപ്പോഴും സാത്താൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യത്തിന് കീഴിലുമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും 2 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു: ദൈവത്തിൻ്റെ മക്കളും അല്ലാത്തവരും. നീതി ആചരിക്കുന്നതിലെ പരാജയമാണ് പിശാചിൻ്റെ മക്കളെ ദൈവമക്കളിൽ നിന്ന് തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡം. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കിയാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കേണ്ടതാകുന്നു. കർത്താവ് നീതിമാനാകയാൽ നീതി ചെയ്യുന്നവയൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.